ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസറിന്റെ ഷോർട്ട് ലിസ്റ്റ് ഔട്ടായിരിക്കുകയാണ്. എല്ലാ ഉദ്യോഗാർത്ഥികളും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന റിസൾട്ടാണ്. അതിന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതിന്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് മൊത്തത്തിൽ, അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 599 കാൻഡിഡേറ്റ് ആണ്. ഇനിയും സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 541 പേരാണ്. അത് കൂടാതെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിലേക്ക് 19 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 1159 പേരാണ് ഈ ഒരു എക്സാമിനേഷന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരിക്കുന്നത് 33.33 മാർക്കാണ്. വളരെ രസകരമായ ഒരു മാർക്കാണ്. 33.33 മാർക്കായിരുന്നു. അതായത് എക്സാമിനേഷന്റെ നിലവാരം ഇതിൽ നിന്ന് നമുക്ക് അളക്കാൻ കഴിയുന്നുണ്ട്. കട്ട് ഓഫ് മാർക്ക് ഈ ഒരു മാർക്കുകൾ പിച്ച് ചെയ്യണമെങ്കിൽ എക്സാമിനേഷൻ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആണ് എന്ന് തന്നെ വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ. അന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരുന്നു. എക്സാമിനേഷൻ നല്ല നിലവാരം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ തന്നെ വീഡിയോ ചെയ്തിരുന്നു. അത്തരത്തിൽ തന്നെയാണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു നേട്ടവുമായി നിൽക്കുന്നത് എന്നൊരു ബോധ്യം വേണം. ഇനിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഓഫീസർ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് ഇന്റർവ്യൂ എന്നത്. അതായത് ഈ ഒരു മാർക്ക് വന്നതുകൊണ്ട് തന്നെ ഇന്റർവ്യൂയും അത്യാവശ്യം നിലവാരമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ പാറ്റേണിനെ നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു റിട്ടേൺ എക്സാമിനേഷൻ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ പഠനത്തിലാണ്, നമ്മുടെ സബ്ജക്റ്റിലാണ്. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ പ്രധാനമായിട്ടും അവർ വിലയിരുത്തുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയോടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ നോളജിന് ഉപരിയായിട്ടുള്ള നിങ്ങളുടെ ക്യാരക്ടർ അവിടെ വിലയിരുത്തപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് വിലയിരുത്തപ്പെടുന്നുണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വിലയിരുത്തപ്പെടുന്നുണ്ട്. അങ്ങനെ പല മാനദണ്ഡങ്ങളുമുണ്ട്. അതായത് മനസ്സിലാക്കേണ്ടത് ഒരു എക്സാമിനേഷനിലൂടെ നിങ്ങളുടെ അറിവ് അവിടെ അളക്കപ്പെട്ട് കഴിഞ്ഞു. അടുത്തതായിട്ട് ഇനി നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലും നിങ്ങളുടെ ജോബ് ഓറിയന്റേഷനും നിങ്ങളുടെ ജോബ് മൊറയിലും ഒക്കെയാണ് അവിടെ കൃത്യമായിട്ട് അസസ് ചെയ്യപ്പെടുന്നത്. അതിനെ ടാക്കിൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നല്ല ഒരു റാങ്കിൽ എത്താൻ പറ്റുകയുള്ളൂ. അതായത് ഇവിടെ പലപ്പോഴും റാങ്ക് ലിസ്റ്റുകൾ മാറി മറിയും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം മത്സര പരീക്ഷകളിൽ ഒരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനവധി റാങ്ക് മുകളിലേക്കും അനവധി റാങ്ക് പിന്നിലേക്കും മാറ്റുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു മാർക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിനായി ഉദ്യോഗാർത്ഥികൾക്ക് ഏണസ്റ്റ് അക്കാഡമി ഒരു ഫ്രീ ഇന്റർവ്യൂ ഓറിയന്റേഷൻ നൽകുകയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പരിചയം ഉണ്ടാവണമെന്നില്ല. എല്ലാവരും എക്സാമിനേഷനായിട്ടായിരിക്കും തയ്യാറെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കടമ്പ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയം ഉളവാക്കുന്ന ഒരു കാര്യമായിരിക്കും. ഈ ഒരു ഭയം പൂർണ്ണമായിട്ടും ഒഴിവാക്കാവുന്ന രീതിയിലാണ് നമ്മൾ 3 രീതിയിൽ ഇന്റർവ്യൂവിനെ ട്രെയിനിങ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ഫ്രീ ഇന്റർവ്യൂ സെഷനെ നമ്മൾ 3 സെഷനുകളായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ആദ്യമായിട്ട് വരുന്നത് ജോബ് ഓവർവ്യൂ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓവർവ്യൂ ആണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ വരാൻ പോകുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്കാണ്. കേരളം പോലൊരു സംസ്ഥാനത്തിന്റെ കാർഷിക വികസനവുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, അഗ്രികൾച്ചർ ഓഫീസിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, അഗ്രികൾച്ചർ ഓഫീസറിന്റെ റോൾ എന്താണ്, പല സാഹചര്യങ്ങളുണ്ടാവും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ വ്യത്യസ്തങ്ങളുള്ള സാമൂഹിക വ്യവസ്ഥയിലും അതുപോലെ തന്നെ കലാമിറ്റീസ് ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ അഗ്രികൾച്ചറിന്റെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസിലും ഒക്കെ നിങ്ങളുടെ റോൾ വളരെ വലുതാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഒരു ലോക്കൽ സെൽഫ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി നിൽക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവരേണ്ടുന്ന ഡെവലപ്മെന്റിലായിട്ടുള്ള റോൾ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പലപ്പോഴും നിങ്ങൾക്ക് അത് അറിയണമെന്നില്ല. അതിന് നിങ്ങളെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലാണ് ഫസ്റ്റ് സെഷൻ നിങ്ങൾക്കായിട്ട് ചിട്ടപ്പെടുന്നത്. രണ്ടാമത്തെ സെഷൻ ഇത് രണ്ടാമത്തെ ദിവസമായിരിക്കും നടക്കുന്നത്. ഈ രണ്ടാമത്തെ സെഷനിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ സബ്ജക്ട്, അതായത് നമുക്കറിയാം എക്സാമിന് നമ്മൾ തയ്യാറെടുത്ത അതേ വിഷയങ്ങൾ തന്നെയായിരിക്കും. അവിടെ നമുക്ക് വരാൻ സാധ്യതയുള്ള, നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ട് തന്നെ വരാൻ സാധ്യതയുള്ള അനലിറ്റിക്കലായിട്ട് വരുന്ന കുറേ ചോദ്യങ്ങളുണ്ടാവും. ഇവിടെ നിങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നതിനുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ആയിരിക്കും തരാൻ പോകുന്നത്. അതായത് കോർ ഏരിയാസിൽ തന്നെ, അതായത് അഗ്രികൾച്ചർ പഠിച്ച പല മേഖലകളിൽ നിന്നും വരാൻ സാധ്യതയുള്ള, ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇന്റർവ്യൂവിന് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഡയമെൻഷനിലായിരിക്കും ചോദ്യം വരുന്നത്, അതിനൊക്കെയുള്ള ഒരു തയ്യാറെടുപ്പിന് നിങ്ങളെ പ്രാപ്തരാക്കുന്നതാണ് ശരിക്കും ഈ ഒരു രണ്ടാമത്തെ സെഷൻ. മൂന്നാമത്തെ സെഷനിൽ പ്രധാനമായിട്ടും ഏതൊരു ഇന്റർവ്യൂവിന് പോകും ഒരു ഉദ്യോഗാർത്ഥി പുലർത്തേണ്ടുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഒരു ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, പ്രത്യേകിച്ചും ഒരു ഗവൺമെന്റ് ജോബ് ഓറിയന്റഡ് ആയിട്ട് ഒരു PSCയിലോ അല്ലെങ്കിൽ UPSCയിലോ ഒക്കെ പോകുമ്പോൾ നമ്മൾ പുലർത്തേണ്ടുന്ന ചില അടിസ്ഥാന നിയമങ്ങളുണ്ട്. അവ കൃത്യമായിട്ട് പറഞ്ഞു തരികയും അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കി കൊണ്ടുവരുവാനും നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് സെഷൻ 3 പോകുന്നത്. ഈ ഒരു 3 സെഷനും അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി തന്നെ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു വലിയ കടമ്പ നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങളെ പ്രാപ്തരാക്കുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ ഒരു ഇന്റർവ്യൂ സെഷനിൽ ജോയിൻ ചെയ്യണം. അതിനായിട്ട് ഈ ഒരു സെഷനിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാവുന്നതാണ്. ഈ 3 സെഷന്റെയും ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങളെ
അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ഒരു എക്സാമിനേഷനിലൂടെ നിങ്ങൾ ആർജിച്ച ഒരു കറേജ് ഇനിയും മുമ്പോട്ട് തുടരുക. സർക്കാർ ജോലി എന്ന, അതിലും അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എത്താനുള്ള ഒരു വലിയ സുവർണ അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിനുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് മുമ്പോട്ട് പോവുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, അഗ്രികൾച്ചർ എക്സാമിനേഷന് ഇപ്പം റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയവരും അതുപോലെ തന്നെ ഇടം നേടാതെ പുറത്തു പോയവരുമായ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. നിങ്ങൾ ആരും ഡിസപ്പോയിന്റഡ് ആവണ്ട. നിങ്ങളെ സംബന്ധിച്ച് ധാരാളം എക്സാമുകളാണ് നിങ്ങളെ തേടിയെത്തുന്നത്. അതിൽ തന്നെ ആദ്യമായിട്ട് പറയാനുള്ള നബാർഡ് എക്സാം ആണ്. നബാർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു എക്സാമിനേഷൻ ആണ്. മാത്രമല്ല നല്ല പ്രിവിലേജ് ഉള്ള, നല്ല സാലറി ഉള്ള പോസ്റ്റാണ് നബാർഡിലേക്ക് വരാൻ പോകുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ FCIയിലേക്കുള്ളതാണ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്കാണ്. ഈ രണ്ട് പോസ്റ്റുകളും സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളാണ്. മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സാലറിയാണ്. സാലറിക്കൊപ്പം തന്നെ ധാരാളം ഇൻസെന്റീവ്സ് കൂടി നിങ്ങൾക്ക് ലഭിക്കും. വളരെ ഉയർന്ന സാലറിയിൽ അത്യാവശ്യം ക്രെഡിബിലിറ്റി ഉള്ള ജോബുകൾ തന്നെയാണ് ഈ രണ്ടും. അപ്പോൾ ഈ രണ്ട് കോഴ്സും ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ അഗ്രികൾച്ചർ എക്സാമിനേഷന്റെ റിസൾട്ട് എന്തുമായിക്കൊള്ളട്ടെ, അതിനെ ഓർത്ത് ഡിസപ്പോയിന്റഡ് ആവാതെ മുമ്പോട്ട് നമുക്ക് പോകാം. ഈ രണ്ട് എക്സാമുകളും നിങ്ങൾക്കുള്ളതാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പഠിച്ചു തുടങ്ങാം. ഇനി വരുന്ന ഓരോ ദിവസവും ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോലി നിങ്ങൾക്ക് നേടാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.